അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ മുസ്ലിമുകളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 8ാമത്തെ പാഠഭാഗമാണ്. പാഠം 8, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. ബ്രിട്ടനിൽ ആറ്റ്ലി പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള നയപരമായ തീരുമാനം ലേബർ ഗവൺമെൻറ് കൈക്കൊണ്ടു. അധികാര കൈമാറ്റത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യൻ പ്രശ്നങ്ങളിൽ അവഗാഹമുള്ള പ്രശസ്ത രാഷ്ട്രതന്ത്രജ്ഞനായ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ വൈസ്രോയിയായി ഇന്ത്യയിൽ നിയമിക്കുകയും ചെയ്തു. അധികാര കൈമാറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് 1948 ജൂൺ 30 വരെയുള്ള കാലാവധി നൽകിയാണ് ലേബർ ഗവൺമെൻറ് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ നിയോഗിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അസാധാരണ വ്യക്തിവൈഭവവും പെരുമാറ്റ ചാതുര്യവും ഗൂഢതന്ത്രങ്ങളും വളരെ വേഗത്തിൽ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് കളമൊരുക്കി. ഇന്ത്യ വിഭജനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വിഭജനം എന്ന ഒറ്റമൂലി പ്രയോഗിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ചിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു അത് പ്രാവർത്തികമാക്കാനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചത്. അതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദവും അദ്ദേഹം സമ്പാദിച്ചിരുന്നു. ഇന്ത്യൻ അവസ്ഥയെ പൊതുവെയും നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് പ്രത്യേകിച്ചും ചികഞ്ഞ് മനസ്സിലാക്കിയ അദ്ദേഹം പരിപാടി ആരംഭിച്ചു. ഇന്ത്യ വിഭജനം എന്ന ആശയവുമായി മൗണ്ട് ബാറ്റൻ ആദ്യമായി ബന്ധപ്പെട്ടത് സർദാർ വല്ലഭായി പട്ടേലിനെയായിരുന്നു. മനസ്സിൽ വിഭജനം എന്ന ആഗ്രഹം പേറി നടക്കുന്ന നേതാവായിരുന്നു പട്ടേൽ. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ കുറേ മലമ്പ്രദേശങ്ങളും പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും ചില പിന്നോക്ക ഭൂവിഭാഗങ്ങളും ഒഴിവാക്കി ജിന്നയുടെയും ലിയാഖത്ത് അലി ഖാൻ്റെയും ശല്യമില്ലാത്ത ഒരു മനോഹരമായ ഇന്ത്യ എന്ന ആശയമാണ് മൗണ്ട് ബാറ്റൻ നൽകിയത്. പട്ടേലും ഹിന്ദു മഹാസഭയും വളരെ കാലമായി താലോലിക്കുന്ന ഈ ആശയം മൗണ്ട് ബാറ്റൻ്റെ നാവിൽ നിന്ന് വീണപ്പോൾ പട്ടേൽ അത് അപ്പാടെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതീവ രഹസ്യമായി നടന്ന ഈ കൂടിക്കാഴ്ച മൗലാന ആസാദ് മനസ്സിലാക്കുകയും വിഭജനത്തിന് പട്ടേൽ മൗണ്ട് ബാറ്റനോട് സമ്മതിച്ച വിവരം അറിയുകയും ചെയ്തു. ഏതു വിധേനയും വിഭജനം ഒഴിവാക്കണമെന്ന ആഗ്രഹത്തോടെ മൗലാന ആസാദ് സർവ്വപ്രതീക്ഷയും അർപ്പിച്ചിരുന്ന പണ്ഡിറ്റ്ജിയെ കാണുകയും വിഭജനത്തിന് പട്ടേൽ സമ്മതിച്ച വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. എന്ത് വില കൊടുത്തും വിഭജനം ഒഴിവാക്കണമെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും നേരത്തെ അംഗീകരിച്ചിരുന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നടപ്പിൽ വരുത്താൻ പണ്ഡിറ്റ്ജി മുൻകൈയെടുക്കണമെന്നും മൗലാന ആസാദ് പണ്ഡിറ്റ്ജിയോട് അഭ്യർത്ഥിച്ചു. പണ്ഡിറ്റ്ജി ആസാദിൻ്റെ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കുകയും വിഭജനം ഒഴിവാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മൗണ്ട് ബാറ്റനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം വിഭജനത്തിന് സമ്മതിക്കാതെ യാതൊരു പോംവഴിയും കാണുന്നില്ലെന്ന് പണ്ഡിറ്റ്ജി ആസാദിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. മൗലാന ആസാദ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന പണ്ഡിറ്റ്ജിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖിക്കുകയും അവസാന ആശ്രയം എന്ന നിലയിൽ ഗാന്ധിജിയെ സമീപിക്കുകയും ചെയ്തു. പട്ടേലിൻ്റെയും പണ്ഡിറ്റ്ജിയുടെയും തീരുമാനം അദ്ദേഹം ഗാന്ധിജിയെ അറിയിക്കുകയും ഇനി അങ്ങയിലാണ് ഇന്ത്യൻ ജനതയുടെ സർവ്വപ്രതീക്ഷയുമെന്ന് അദ്ദേഹത്തോട് പറയുകയും ഉണ്ടായി. എന്താണ് മൗലാന പറയുന്നത്? എൻ്റെ ശവശരീരത്തിന് മീതെ കൂടി മാത്രമേ ഇന്ത്യ വിഭജിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഗാന്ധിജിയുടെ മറുപടി ആസാദിനെ ആവേശം കൊള്ളിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവേശം കൂടുതൽ സമയം നീണ്ടുനിന്നില്ല. ഗാന്ധിജിയുടെ സമീപത്തു നിന്ന് മൗലാന പോയ ശേഷം സർദാർ പട്ടേൽ ഗാന്ധിജിയുടെ മുറിയിൽ പ്രവേശിക്കുകയും 2.5 മണിക്കൂർ സമയം അദ്ദേഹം ഗാന്ധിജിയുമായി രഹസ്യ സംഭാഷണം നടത്തുകയും ചെയ്തു. ഗാന്ധിജിയുടെ പട്ടേലുമായുള്ള സംഭാഷണ വിവരങ്ങൾ അറിയുവാൻ ആസാദ് ഉടൻ തന്നെ ഗാന്ധിജിയെ സമീപിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ മൗലാന ആസാദിൻ്റെ സർവ്വപ്രതീക്ഷയും തകർത്തു കളഞ്ഞു. എന്തു ചെയ്യാനാണ് മൗലാന, നമ്മുടെ ശബ്ദം ഇപ്പോൾ വളരെ ദുർബലമാണ് എന്ന് പറഞ്ഞ് ഗാന്ധിജി കൈമലർത്തുകയാണുണ്ടായത്. അതിനുശേഷം മൗലാന ആസാദും അപൂർവം ചില മുതിർന്ന നേതാക്കളും ഒഴികെ എല്ലാവരും വിഭജനത്തിന് സമ്മതിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ വിഭജനത്തിനുള്ള ഔദ്യോഗികമായ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു.
മുസ്ലിം ലീഗ് അതിനു മുമ്പ് തന്നെ വിഭജന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഹിന്ദു മഹാസഭ 1920 തന്നെ വിഭജനത്തിന് അനുകൂലമായി തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ വിഭജനത്തിന് കോൺഗ്രസും മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയുമെല്ലാം ഒരുപോലെ കുറ്റക്കാരാണെന്ന് കാണാം. ഇതിൽ ആരാണ് ആദ്യം പാപം ചെയ്തത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് തെങ്ങാണോ തേങ്ങയാണോ മുമ്പേ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ ഗവേഷണം നടത്തുന്ന പാഴ്വേലയാണ്. ഏതായാലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആത്മാവിനെയും ശരീരത്തെയും കീറിമുറിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് 1947 ഓഗസ്റ്റ് 15 റംസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇന്ത്യ സ്വതന്ത്രമായത്. പാഠഭാഗം വായിച്ച് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. ലേബർ ഗവൺമെന്റ് ഇന്ത്യയിലെ വൈസ്രോയിയായി നിയമിച്ചത് ആരെ? മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ. 2. ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദികൾ ആരെല്ലാം? കോൺഗ്രസും മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും. 3. ഇന്ത്യ വിഭജനത്തിനെക്കുറിച്ച് വിശദീകരിക്കുക. ഇന്ത്യ വിഭജനം എന്ന ആശയവുമായി മൗണ്ട് ബാറ്റൻ സർദാർ പട്ടേലിനെയാണ് ആദ്യമായി ബന്ധപ്പെട്ടത്. വിഭജനം എന്ന ആഗ്രഹം പേറി നടക്കുന്ന നേതാവായിരുന്നു പട്ടേൽ. ഇരുവരുടെയും അതീവ രഹസ്യമായ കൂടിക്കാഴ്ച മൗലാന ആസാദ് മനസ്സിലാക്കുകയും ഇന്ത്യ വിഭജനത്തിന് പട്ടേൽ മൗണ്ട് ബാറ്റനോട് സമ്മതിച്ച വിവരം അറിയുകയും ചെയ്തു. ഏതുവിധേനയും വിഭജനം ഒഴിവാക്കണം എന്ന ആഗ്രഹത്തോടെ മൗലാന ആസാദ് പണ്ഡിറ്റ്ജിയെ കാണുകയും കൂടിയാലോചനാ വിവരം അറിയിക്കുകയും എന്ത് വില കൊടുത്തും വിഭജനം ഒഴിവാക്കണമെന്നും ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നടപ്പിൽ വരുത്താൻ പണ്ഡിറ്റ്ജി മുൻകൈയെടുക്കണമെന്നും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. പണ്ഡിറ്റ്ജി ആസാദിന്റെ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കുകയും വിഭജനം ഒഴിവാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മൗണ്ട് ബാറ്റനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം വിഭജനത്തിന് സമ്മതിക്കാതെ മറ്റു യാതൊരു വഴിയും കാണുന്നില്ല എന്ന് പണ്ഡിറ്റ്ജി ആസാദിനെ അറിയിച്ചു. വളരെ ദുഃഖത്തോടെ മൗലാന ആസാദ് അവസാന ആശ്രയം എന്ന നിലയിൽ ഗാന്ധിജിയെ സമീപിക്കുകയും പട്ടേലിന്റെയും പണ്ഡിറ്റ്ജിയുടെയും തീരുമാനം അറിയിക്കുകയും ചെയ്തു. എൻ്റെ ശവശരീരത്തിനു മീതെ കൂടി മാത്രമേ ഇന്ത്യ വിഭജിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഗാന്ധിജി ആസാദിനോട് പറഞ്ഞു. പിന്നീട് പട്ടേൽ ഗാന്ധിജിയുടെ മുറിയിൽ പ്രവേശിച്ച് 2.5 മണിക്കൂർ സമയത്തെ രഹസ്യ സംഭാഷണം നടത്തി. സംഭാഷണ വിവരം അറിയാൻ ആസാദ് ഗാന്ധിജിയെ സമീപിച്ചപ്പോൾ "എന്തു ചെയ്യാനാ മൗലാന, നമ്മുടെ ശബ്ദം ഇപ്പോൾ വളരെ ദുർബലമാണ്" എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ മൗലാന ആസാദിന്റെ സർവ്വപ്രതീക്ഷയും തകർത്തുകളഞ്ഞു. അതിനുശേഷം മൗലാന ആസാദും അപൂർവം ചില മുതിർന്ന നേതാക്കളും ഒഴികെ എല്ലാവരും വിഭജനത്തിന് സമ്മതിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ വിഭജനത്തിനുള്ള ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും എല്ലാം കൂടി ഇന്ത്യ വിഭജിച്ചു. 4. ഇന്ത്യ വിഭജനത്തിനെ തടയണമെന്ന മൗലാനയുടെ ആഗ്രഹം തകർത്തുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ എന്താണ്? "എന്തു ചെയ്യാനാ മൗലാന, നമ്മുടെ ശബ്ദം ഇപ്പോൾ വളരെ ദുർബലമാണ്" എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. 5. മൗണ്ട് ബാറ്റൻ ഇന്ത്യ വിഭജനത്തിന് സ്വീകരിച്ച നിലപാട് വിവരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വിഭജനം എന്ന ഒറ്റമൂലി പ്രയോഗിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചുറച്ചയാളായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. അത് പ്രാവർത്തികമാക്കാനുള്ള തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അതിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുൻകൂർ അനുവാദവും അദ്ദേഹം സമ്പാദിച്ചു. ഇന്ത്യൻ അവസ്ഥയെ പൊതുവെയും നേതാക്കളുടെ ഉള്ളിലിരിപ്പ് പ്രത്യേകിച്ച് ചികഞ്ഞ് മനസ്സിലാക്കിയ അദ്ദേഹം പരിപാടി ആരംഭിച്ചു. ഇന്ത്യ വിഭജനം എന്ന ആശയവുമായി മൗണ്ട് ബാറ്റൻ വിഭജനം എന്ന ആഗ്രഹവും പേറി നടന്ന പട്ടേലിനെ ആദ്യമായി ബന്ധപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ കുറെ മലമ്പ്രദേശങ്ങളും പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ചില പിന്നോക്ക ഭൂരിഭാഗങ്ങളും ഒഴിവാക്കി ജിന്നയുടെയും ലിയാഖത്ത് അലി ഖാന്റെയും ശല്യമില്ലാത്ത ഒരു മനോഹരമായ ഇന്ത്യ എന്ന ആശയം പട്ടേലിന് നൽകിയാണ് മൗണ്ട് ബാറ്റൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. 6. ഇന്ത്യ വിഭജനത്തിന് മൗണ്ട് ബാറ്റൻ പട്ടേലിന് നൽകിയ ആശയം എന്തായിരുന്നു? വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ കുറെ മലമ്പ്രദേശങ്ങളും പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ചില പിന്നോക്ക ഭൂരിഭാഗങ്ങളും ഒഴിവാക്കി ജിന്നയുടെയും ലിയാഖത്ത് അലി ഖാന്റെയും ശല്യമില്ലാത്ത ഒരു മനോഹരമായ ഇന്ത്യ എന്ന ആശയമാണ് നൽകിയത്.
ഇതോടുകൂടി പാഠഭാഗത്ത് തന്നിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുകൂടാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.